നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഗ്രഹനാഥൻ മരിച്ച സംഭവത്തിൽ പോലീസിനും KCBക്കുമെതിരെ കുടുംബം രംഗത്ത് വന്നു. കഴിഞ്ഞ മാസം 26-ന് ഷോക്കേറ്റ് മരിച്ച അബ്ദുൾ റഷീദിന്റെ കുടുംബമാണ് പരാതിയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. പോലീസ് നടപടി വൈകിയെന്നും KCB നടപടിയെടുത്തില്ലെന്നും കുടുംബത്തിന്റെ ആരോപണം. 24 ബ്രേക്കിംഗ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുകയാണ്. സമീർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് നിലമ്പൂർ മുക്കട്ട സ്വദേശി അബ്ദുൾ റഷീദ് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. മീൻ പിടിക്കാനായി തോട്ടിൽ പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാതെ വന്നപ്പോൾ നേരത്തെ തിരച്ചിലാണ് ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. ഇതും സമാനമായ രീതിയിൽ ഈ പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഷോക്കേറ്റ് റഷീദ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ പോലീസാണ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ തോടിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് എന്ന് കുടുംബം വ്യക്തമാക്കുന്നു. അതിൽ 2 പേരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതും കുടുംബം പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നു. പോലീസിന്റെ നടപടി ഏറെ വൈകിയാണ് ഉണ്ടായത് എന്നും കുടുംബം പറയുന്നുണ്ട്. മാത്രമല്ല KCB ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്കും കടന്നില്ല എന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. ഈ പോലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കാത്തത് മൂലമാണ് നടപടി വൈകുന്നത് എന്നതാണ് KCB പറയുന്നത്. സമാനമായ കാര്യം തന്നെയാണ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ശേഷിക്കുന്ന 2 പ്രതികളെ കൂടി പിടികൂടണമെന്നുള്ളതുമാണ് ഈ കുടുംബം ആവശ്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അബ്ദുൾ റഷീദ് വീടിന് സമീപത്തെ ഒരു ചെറിയ തോട്ടിലേക്കായിരുന്നു മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു സമീപത്തെ ഒരു വാടക വീടുണ്ട്. ആ വാടക വീടിൽ നിന്നും കറണ്ട് വലിച്ചുകൊണ്ട് ഇതുപോലെ പന്നിക്ക് വേണ്ടി കെണിവെച്ചതായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ വാടക വീട്ടിൽ താമസിച്ചിരുന്നയാളെയാണ് പോലീസ് പിടികൂടി. അതിൽ 2 പേർക്ക് കൂടി പങ്കുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇവരുടെ പങ്ക് വ്യക്തമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട തെളിവ് ലഭിക്കാത്തതാണ് നടപടിയിൽ കടക്കാത്തത് എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് മരിച്ചത്. ഇപ്പോൾ അവിടെ അടുത്ത് ഞങ്ങൾ കൃഷിസ്ഥലമുണ്ട്, അതിലൂടെയാണ് പോയിരിക്കുന്നത്. ഒരു ചെറിയ തോടുണ്ട്. ആ തോടിൽ നിന്ന് മീൻ പിടിക്കാനായിങ്ങാണ്ട് മീൻ പിടിച്ച് അങ്ങനെ ആ വഴിയിലെത്തിയതാണ്. അവിടെ ഒരു പന്നിക്ക് കെണി വെച്ചിരുന്നു. അതിൽ തട്ടിയാണ് ഷോക്ക് അടിച്ചിങ്ങാണ്ട് മരിക്കണത്. പോലീസ് പ്രാഥമിക റിപ്പോർട്ട് എടുത്തിരുന്നു. പിന്നെ അവർ കേസെടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രതി അപ്പോൾ ഒളിവിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫറൂഖിൽ നിന്ന് ഒരു പ്രതിനെ കിട്ടി. പ്രതിനെ റിമാൻഡിൽ ചെയ്തിട്ടുണ്ട്. 3 പ്രതികൾ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 പ്രതികൾ ഇപ്പോഴും കിട്ടാനുണ്ട്. അതിലൊരു അന്വേഷണം ഇതുവരെ കിട്ടിയിട്ടില്ല. വനം വകുപ്പിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ DF ഓഫീസ് പറഞ്ഞിരുന്നത് അവർ പോലീസിനൊരു കേസ് വരണം, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. KCBയിൽ ചെന്ന് ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. പോലീസിൽ നിന്നൊരു എന്താ പറയുക ഫയൽ പോകണം, എന്നാലേ അവർക്ക് കേസ് എടുക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ നേരിട്ട് പോയിങ്ങോണ്ട് പരാതി കൊടുത്തതാണ്. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയും അന്വേഷണം നടത്താനും KCB തയ്യാറാകട്ടെ.